ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട SSLC റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് എംഎസ് സൊല്യൂഷൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായ ഇത്തരം വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. യെസ് ഡിയർ സ്റ്റുഡൻസ്, +1 സയൻസ് കിട്ടാൻ എത്ര A+ വേണം? നിരവധി കുട്ടികൾ വാട്സപ്പിലൂടെയും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്ക് സയൻസ് കിട്ടുമോ സർ? എനിക്ക് ഫിസിക്സും സോഷ്യലും മാത്സും ഒക്കെ വല്ലാതെ ടഫായിരുന്നു, അതുകൊണ്ട് സയൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് പ്രയാസമുണ്ട്. ഈ വരുന്ന റിസൾട്ട് മാനസിക സമ്മർദ്ദങ്ങളിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന മെയ് 8-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് ഫുൾ A+ ഉണ്ടായിരിക്കുമോ? ഫുൾ A+ കിട്ടിയെങ്കിൽ മാത്രമേ സയൻസ് കിട്ടുള്ളൂ സാർ. ഇത്തരം ചോദ്യങ്ങളുടെ വളരെ കൃത്യമായിട്ടുള്ള ഒറ്റത്രയും ഉള്ളൂ, നോ. അതായത് +1ൻ്റെ സയൻസ് കിട്ടാൻ എത്ര A+ എന്ന ചോദ്യം തന്നെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു A+ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സയൻസ് കിട്ടിയിരിക്കും. അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയെന്നുള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എംഎസ് സൊല്യൂഷൻസിനെ വിശ്വസിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിലെ യൂട്യൂബ് ലൈവിലൂടെ അഹോരാത്രം കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് എംഎസ് സൊല്യൂഷൻ ഈ വർഷം +1ൽ സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 ബാച്ചുകളാണുള്ളത്. ഒന്ന് +1ൻ്റെ ബെൻടൺ ബാച്ച്, 2 ന്യൂട്ടൺ ബാച്ച്, 3 A10 ബാച്ച്. ഇങ്ങനെ 3 ബാച്ചുകളാണുള്ളത്. എന്താണ് സാർ ബെൻടണും ന്യൂട്ടണും A10 ഒക്കെ? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന മറ്റൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്കിലും പറയാം, +1ൻ്റെ ബെൻടൺ ബാച്ചിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് +1ൽ 520ൽ 520 മാർക്ക് നേടിത്തരിക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. ഇനി VHSC ആണെങ്കിൽ 620ൽ 620 മാർക്ക് നേടിത്തരിക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയിരിക്കുന്ന ബാച്ചാണ് ബെൻടൺ ബാച്ച്. ആ ബെൻടൺ ബാച്ചിൽ എൻട്രൻസിനോട് താല്പര്യമില്ല, +2 കഴിഞ്ഞിട്ട് മറ്റ് ഏത് ഫീൽഡിലേക്ക് പോകണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് +1ൽ എത്ര കിട്ടണം? ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് മിനിമം എങ്കിലും കിട്ടണം സാർ എന്ന് പറയുന്ന കുട്ടികൾക്ക് ബോർഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ബാച്ചിൻ്റെ പേരാണ് എന്ത്? ബെൻടൺ ബാച്ച്. അതായത് അവർക്ക് മടിയുള്ള ബാച്ചാണ്, അതുകൊണ്ടാണ് കാർട്ടൂണിൻ്റെ ഈ ഒരു പേര് തന്നെ കൊടുത്തത്. 3540 രൂപയാണ് പെർ ഇയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഒരു വർഷത്തേക്കുള്ള ഫീസാണ് 3540 രൂപ. ഇതേ റേറ്റ് നിങ്ങൾക്ക് വേറെ ഒരു യൂട്യൂബിലോ ആപ്പിലോ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. മിനിമം ഒരു ട്യൂഷൻ സെൻറ്ററിൽ 25,000 തൊട്ട് 35,000 വരെയാണ് +1ലെ ഈ വർഷത്തെ ഫീസ്. ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ മിനിമം ഒരു 8,000 അവർ വാങ്ങുന്നുണ്ട്. ഇതേ ക്ലാസ് അതേ ക്വാളിറ്റിയേക്കാൾ അതിനപ്പുറത്തുള്ള കണ്ടന്റ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് എംഎസ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ക്ലാസ് ആണ് 3540 രൂപയ്ക്ക് നിങ്ങൾക്ക് ബോർഡ് മാത്രം പഠിക്കാം. സർ എനിക്ക് ബോർഡ് മാത്രം പോരാ, എനിക്ക് എൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന പദവി വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേരിൻ്റെ കൂടെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നോ അല്ലെങ്കിൽ PhD ഒക്കെ വേണമെന്ന് താല്പര്യമുണ്ട്. അത്തരം കുട്ടികൾക്കുള്ള ബാച്ചിൻ്റെ പേരാണോ എന്ത്? ന്യൂട്ടൺ ബാച്ച്. വെറുമൊരു സയന്റിസ്റ്റോ അല്ലെ വെറുമൊരു എൻട്രൻസ് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരു നീറ്റ്, JEE, ജിപ്മർ, കീം ഏതൊരു എൻട്രൻസ് എക്സാമിലേക്കും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയൊരു പൊസിഷനിലേക്ക് എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ബാച്ചിന് പ്രത്യേകതയുണ്ട്. എംഎസ് സൊല്യൂഷൻ നിങ്ങളിലേക്ക് പ്രിഫർ ചെയ്യുന്ന ഈ 3 ബാച്ചുകളിൽ ബെൻടൺ, ന്യൂട്ടൺ, A10 ഇതിൽ എംഎസ് സൊല്യൂഷൻ പ്രിഫർ ചെയ്യുന്നത് ഏതാണെന്നറിയോ? അത് ന്യൂട്ടൺ ബാച്ചാണ്. കാരണം അതിലൂടെയാണ് നിങ്ങൾ എൻട്രൻസ് എന്ന് പറയുന്ന സിലബസ് പഠിക്കുന്നത്. ബോർഡ് എക്സാം വെറും 40% പഠിക്കാനുള്ളൂ, എന്നാൽ എൻട്രൻസിന് 60% പഠിക്കാനുണ്ട്. ഈ 60ഉം 40ഉം ചേർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 100% NCERT എന്ന് പറയുന്ന സിലബസ് കവർ ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു ബാച്ചിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 5,999 ആണ്, 5,999 രൂപ. ഇതേ റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂല. ഇതേ കോഴ്സിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മിനിമം മറ്റേതൊരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും മിനിമം 15,000 രൂപയാണ് ഓൺലൈനിൽ ഫീസ് വാങ്ങുന്നത്. 15,000 രൂപ. ഇതേ കോഴ്സിന് ഒരു ട്യൂഷൻ സെൻറ്റർ എൻട്രൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മിനിമം വാങ്ങുന്നത് 28,000 രൂപയാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രമേൽ ഫീസ് കൊടുക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികൾക്കടക്കം ഈ ഒരു അഫോർഡബിൾ ഫീസിലൂടെ എൻട്രൻസ് നേടിയെടുക്കാൻ സാധിക്കും. 5,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ചില്ലറ പോയിന്റ് അല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, പാരൻസിനോട് ചോദിച്ച് നോക്കുക, നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കുക. എംഎസ് സൊല്യൂഷൻ പറയുന്നത് ഇതൊക്കെ പോസിബിൾ ആണോ? 6,000 രൂപയ്ക്ക് എൻട്രൻസ് പഠിക്കാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കൂ. ഓക്കെ. ഇനി 3ാമത്തെ ബാച്ച് എന്ന് പറയുന്നത്, സർ എനിക്ക് ഡോക്ടറോ പ്രൊഫസറോ ഒന്നും ആവേണ്ട,
എനിക്ക് എനിക്ക് MLTക്ക് പോകാൻ താല്പര്യമുണ്ട്, എനിക്ക് BSc നഴ്സിംഗ് ആണ് താല്പര്യം, എനിക്ക് CA ACCA പോലെയുള്ള എന്തെങ്കിലും കൊമേഴ്സ് ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം, ഏത് താല്പര്യമാണെങ്കിലും ശരി, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കരിയറിൻ്റെ ഗൈഡൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ വഴിയിൽ വെച്ച് നിർത്തേണ്ടി വരും. ഓക്കെ, നിങ്ങൾ 4-5 വർഷം മുന്നോട്ടേക്ക് പഠിച്ചിട്ട് കാര്യമല്ല. ഒരു പഠിക്കുന്നത് എവിടെ അവസാനിപ്പിക്കാൻ കഴിയും, അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റിലൂടെ ഒരു ജോലി നേടിയിട്ട് പ്രോഫിറ്റിൽ എത്തിപ്പെടാൻ പറ്റുമോ, സ്റ്റേബിൾ ആവാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കരിയർ ഗൈഡൻസ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എൻട്രൻസ് എന്ന് തന്നെ കേൾക്കുള്ളൂ. പക്ഷേ കരിയർ ഗൈഡൻസ് 200ന്റെ മുകളിൽ വരുന്ന ജോലി സാധ്യതകളാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പറഞ്ഞു തരുന്നത്. 200ന് മുകളിൽ, അതായത് 200ന് മുകളിൽ ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ഓൾ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അത് കരിയർ ഗൈഡൻസിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാച്ചിൻ്റെ പേര് A10 ബാച്ച് എന്ന് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്, ഗവൺമെൻറ് ആണ് ജനങ്ങളെ ഭരിക്കുന്നത്, എന്നാൽ ഈ ഗവൺമെൻറ്റിനെ ഭരിക്കുന്നത് മറ്റൊരാളാണ്. അതായിരുന്നു ആ സിനിമയിൽ ലൂസിഫർ എന്ന് പറയുന്ന ലാലേട്ടൻ. അതുപോലെയാണ് ഒരുപാട് ജോലി സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്, അതിൻ്റെ ഒക്കെ മുകളിൽ ഒരാളുണ്ടാകും. ആ ഒരാൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. ഏത് പാത്തിലൂടെ പോയാലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റിൽ എത്തിപ്പെടാൻ പറ്റുക, ഏത് പാത്തിലൂടെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും കുറഞ്ഞ ഏജിൽ ഏറ്റവും നല്ല ജോലി നേടി ഏറ്റവും നല്ല സാലറിയിൽ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലാനോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റൊരു വീട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചു കൊണ്ടുവരാനോ ഒക്കെ നിങ്ങൾക്ക് കഴിയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം, ഈ ഗൈഡൻസിനടക്കമുള്ള ഫീസ് എന്ന് പറയുന്നത് വെറും 3999 രൂപ മാത്രമേ ഉള്ളൂ. 4000 രൂപ ഒറ്റയടിക്ക് പറയാം. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഈ എൻട്രൻസ് ബാച്ചിലെ കുട്ടികൾക്കും ഇതേ ഗൈഡൻസിൻ്റെ വീഡിയോസുകളും അതിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കും. അതൊരു പ്രോഫിറ്റ് ആണ്, ഒരു ബെനിഫിറ്റ് ആണെന്ന് പറയാം. ഒരു എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ഒരു ബോണസാണ്. അതായത് ബോർഡിൻ്റെയും എൻട്രൻസിൻ്റെയും കൂടെ ആ കുട്ടിക്കും എന്ത് കിട്ടും, കരിയർ ഗൈഡൻസ് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാച്ചുകളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സ് ഇവിടെ കാണാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യാം. ഓരോ പ്ലസ് ന്യൂട്ടൺ ബാച്ചിന് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, ഇത്രമേൽ ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് പിന്നെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7000ന് മുകളിൽ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്യില്ല, വീഡിയോ അധികം ലെങ്ത് കൂട്ടുന്നില്ല. ഇത് ഫീച്ചേഴ്സ് ബോർഡ് പ്ലസ് കരിയർ ഗൈഡൻസ് ആണ്. ഇനി ഇതിനൊക്കെ നിങ്ങൾ വരുന്ന എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം ബേസ്ഡ് 1 ഷോർട്സ്. അത് മറ്റൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാത്ത കാര്യമാണ്. ആപ്പിലൂടെ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. പിന്നെ ചാപ്റ്റർ വൈസ് ക്വിക്ക് നോട്ട്സ് ലഭിച്ചിരിക്കും. 7000ന് മുകളിൽ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ലഭിച്ചിരിക്കും. പിന്നെ A10 ബാച്ച് അത് നമ്മൾ ഉണ്ടാക്കിയ ബാച്ചാണ്. മറ്റൊരു ആപ്ലിക്കേഷനും പറയാൻ പറ്റാത്ത ഒരു യുണീക്ക് ബാച്ച് തന്നെയാണ് MS-ന്റെ A10 ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. കിട്ടിയില്ലെങ്കിൽ മാത്രം രണ്ടാമത്തെ മൊബൈൽ നമ്പറിലേക്ക് പോയാൽ മതി. ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഇപ്പം തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽ ചോദിച്ചോളൂ, കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ ചോദിച്ചോളൂ. ഏത് സമയം എന്നറിയോ, രാവിലെ 9 മണിയുടെയും രാത്രി 9 മണിയുടെയും ഉള്ളിലായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്തോളൂ. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാൻ പറ്റും. പാരൻസിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യാവൂ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഈ വർഷം പഠിപ്പിക്കുന്നത് MS സൊല്യൂഷനാണ്. അത് 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്കറിയാം എത്രത്തോളം യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അത്രമേൽ ഫ്രീ ക്ലാസ്സുകൾ തന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ ചോദ്യം ഇത്രയായിരുന്നു. ആദ്യത്തെ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. സയൻസ് കിട്ടണമെങ്കിൽ എത്ര A+ വേണം? അതൊരിക്കലും A+കളുടെ എണ്ണം നോക്കിയിട്ടല്ല സയൻസ് ലഭിക്കുന്നത്. സയൻസ് കിട്ടുന്നത് എന്ത് നോക്കിയിട്ടാ? യെസ്, WGPA എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. WGPA നിങ്ങൾക്ക് 10ൽ എത്ര അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് സയൻസ് കിട്ടണോ, കൊമേഴ്സ് കിട്ടണോ, ഹ്യൂമാനിറ്റീസ് കിട്ടണോ എന്ന് തീരുമാനിക്കുന്നത്. എന്താണ് സാർ WGPA? അതൊരു പോയിന്റ് വാല്യൂ ആണ്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എന്താണ് റിസൾട്ട്, നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങളുടെ വീടും സ്കൂളും തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്, പിന്നെ നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ്, ബ്ലോക്ക് എവിടെയാണ് വരുന്നത്, അതുപോലെ നിങ്ങളുടെ താലൂക്ക് എവിടെയാണ് വരുന്നത്, നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ തന്നെയാണോ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി ഗ്രേസ് മാർക്ക് ഉണ്ടോ, ബോണസ് പോയിന്റ് ഉണ്ടോ, എല്ലാം നോക്കിയിട്ടാണ് WGPA ഒരു കുട്ടിക്ക് ഉണ്ടാവുക. ആ WGPA നോക്കിയിട്ടാണ് ഒരു കുട്ടിക്ക് സ്കൂളിൽ സയൻസ് സീറ്റ് കിട്ടുന്നത്. അല്ലാതെ വെറും 10A+ ഉണ്ടെങ്കിൽ കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടി, 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടി, റിസൾട്ട് വന്നു ഫുൾ A+. പക്ഷെ അവൾക്ക് താല്പര്യം കോഴിക്കോട് റഹ്മാനിയ സ്കൂളാണെങ്കിൽ കുട്ടിക്ക് കിട്ടൂല.
കിട്ടൂല, അതിനപ്പുറത്ത് വേറെ വർത്താനമില്ല. ഇനി കിട്ടണമെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സ്പോർട്സിലോ അല്ലെങ്കിൽ ഗ്രേസ് ഉള്ള മാർക്കോ ഉണ്ടായിരിക്കണം. മെയിൻലി സ്പോർട്സ് എങ്കിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത്രയും ഡിസ്റ്റൻസ് ഉള്ള സ്കൂൾ കിട്ടുള്ളൂ. ഓക്കെ, കാരണം ആ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള പഞ്ചായത്തിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടേ സീറ്റ് പുറത്തൊരാൾക്ക് കൊടുക്കുള്ളൂ. ആ പഞ്ചായത്തിൽ തന്നെ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ആകെ 10-200 സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൂരം നോക്കണം, നാട് നോക്കണം, സ്ഥലം നോക്കണം. എന്തിന് വീട്ടിലെ കിണറിൽ വെള്ളം ഉണ്ടോയെന്ന് വരെ നോക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അലോട്ട്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അലോട്ട്മെന്റ് ഏറ്റവും വലിയൊരു പ്രയാസമാണ്, ഒരു പ്രതിസന്ധിയാണ്. അതിന് എത്ര ഗവൺമെന്റുകൾ മാറി മാറി വന്നാലും ഈ സംവരണ പ്രക്രിയയിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകണമെന്നില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട. ഏതൊരു സാഹചര്യത്തിലും നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ MS സൊല്യൂഷൻസ് കട്ട സപ്പോർട്ടുമായിട്ട് വീഡിയോ ആയിട്ടും യൂട്യൂബിലൂടെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അലോട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ്, MS സൊല്യൂഷൻസിന്റെ +1+2 യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ആ ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാട്സപ്പിന്റെ കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്, വാട്സപ്പിന്റെ ചാനലും കൊടുക്കുന്നുണ്ട്. പറ്റുന്നില്ല MS സൊല്യൂഷൻ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.